നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കു വേണ്ടിയും പ്രചാരണത്തിന് മമ്മൂട്ടിയോ മോഹൻലാലോ ഇറങ്ങില്ല. തൃശൂരിൽ സുരേഷ് ഗോപിയാണ് BJPക്കായി മത്സരിക്കുന്നത്. കൊല്ലത്ത് മുകേഷ് CPMന് വേണ്ടിയും. ഈ രണ്ടുപേരും മോഹൻലാലിനും മമ്മൂട്ടിക്കും പ്രിയപ്പെട്ടവരാണ്. നേരത്തെ ഇന്നസെന്റിന്റെയും ഗണേഷ് കുമാറിന്റെയും എല്ലാം പ്രചാരണത്തിൽ പങ്കെടുത്ത ചരിത്രം ഇവർക്കുണ്ട്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. ആർക്കു വേണ്ടിയും പരസ്യമായി വോട്ട് ചോദിക്കാൻ ഇറങ്ങരുത് എന്നാണ് അടുപ്പക്കാർ ഇരുവർക്കും നൽകിയിട്ടുള്ള ഉപദേശം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും പങ്കെടുത്തു. അവിടെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇരുവരും സൗഹൃദവും പങ്കിട്ടു. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇവർ പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യം സജീവമായിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ പരിവേഷം കിട്ടിയ നടനാണ് സുരേഷ് ഗോപി. അടുപ്പമുണ്ടെങ്കിലും തൽക്കാലം രണ്ടുപേരും പരസ്യ പ്രചാരണത്തിന് ഇറങ്ങില്ല. സുരേഷ് ഗോപിക്കായി വോട്ട് അഭ്യർത്ഥിച്ച് ഒരു വീഡിയോ തയ്യാറാക്കാൻ ചിലപ്പോൾ ലാൽ സഹകരിച്ചേക്കും. ഇതാണ് പരമാവധി ചെയ്യാൻ കഴിയുന്നതെന്നാണ് സുരേഷിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞ ലോക്സഭയിലും നിയമസഭയിലും സുരേഷ് ഗോപി മത്സരിച്ചപ്പോഴും സൂപ്പർ താരങ്ങൾ നേരിട്ട് പ്രചാരണത്തിന് എത്തിയിരുന്നില്ല. എന്നാൽ സുരേഷ് ഗോപി പിന്തുണ തേടി എത്തുകയും ചെയ്തു. ഇത്തവണയും അതൊക്കെ മാത്രമേ ഉണ്ടാകൂ. കൊല്ലത്തും ഇതേ നിലപാട് തന്നെയാകും ഇരുവരും സ്വീകരിക്കുക. തൃശൂരിൽ താരങ്ങളെ ഇറക്കി വോട്ട് ചോദിക്കാൻ സുരേഷ് ഗോപിക്ക് പദ്ധതിയുണ്ട്. മലയാളത്തിലെ എല്ലാ രണ്ടാം നിര താരങ്ങളുമായും സുരേഷ് ഗോപിക്ക് വ്യക്തിബന്ധമുണ്ട്. ഇതിനൊപ്പം ശോഭന അടക്കമുള്ള തന്റെ പ്രിയ നായികമാരെയും തൃശൂരിൽ എത്തിച്ചേക്കും. ഇതെല്ലാം പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമാവും ഉണ്ടാവുക. തൃശൂരുകാരനായ ബിജു മേനോൻ അടക്കമുള്ളവർ സുരേഷ് ഗോപിക്കായി വോട്ട് ചോദിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷ. നടനും സംവിധായകനുമായ ശ്രീനിവാസൻ ഇതിനോടകം തന്നെ സുരേഷ് ഗോപി ജയിക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരോഗ്യ കാരണങ്ങളാൽ ശ്രീനിവാസന് പ്രചാരണത്തിന് നേരിട്ടെത്താൻ കഴിയില്ല. സുരേഷ് ഗോപിക്കായി പ്രവർത്തിക്കുമെന്നും തമിഴ് നടൻ ശരത് കുമാർ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കില്ല എന്ന വാർത്ത നിഷേധിച്ച് സുരേഷ് ഗോപി രംഗത്ത് വന്നു. പത്മജയെ തൃശൂരിൽ പ്രചാരണത്തിന് ഇറക്കേണ്ടെന്നാണ് BJP തീരുമാനമെന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ അങ്ങനെയൊരു ചിന്ത BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ പത്മജയെ പാർട്ടിയിലേക്ക് എടുക്കില്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. പത്മജയ്ക്കൊപ്പം സിനിമാ താരങ്ങൾ കൂടിയാകുമ്പോൾ പ്രചാരണം കൊഴുപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി. K കരുണാകരന്റെ കുടുംബവുമായി സുരേഷ് ഗോപിക്ക് പണ്ട് മുതൽ അടുത്ത ബന്ധമുണ്ട്. പത്മജയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് കേന്ദ്ര നേതൃത്വമാണ്. അതിൽ കേരള നേതാക്കൾക്ക് പങ്കില്ല. തന്നെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതൃത്വം പറയുന്നതാകും താൻ അനുസരിക്കുക. പത്മജ വേണുഗോപാൽ തന്റെ സഹോദരിയുടെ സ്ഥാനത്താണ്. പത്മജയ്ക്കൊപ്പം പാർട്ടി നിശ്ചയിക്കുന്ന വേദികൾ പങ്കിടും. ഇത് കല്യാണിക്കുട്ടിയമ്മയ്ക്കുള്ള സമർപ്പണമാണെന്നും BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പറഞ്ഞു. കോൺഗ്രസിനായി തൃശൂരിൽ K മുരളീധരനാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരളീധരന്റെ സഹോദരിയായ പത്മജയെ മുന്നിൽ നിർത്താൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാറ്റത്തിൽ അമർഷം രേഖപ്പെടുത്തി അഖില കേരള ധീവര സഭ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ധീവര സമുദായക്കാരനായ പ്രതാപനെ മാറ്റിയപ്പോൾ പകരം സമുദായത്തിൽ നിന്നൊരാളെ പരിഗണിച്ചില്ല എന്നതിലാണ് ധീവര സഭയ്ക്ക് അതൃപ്തി. സമുദായത്തിൽപ്പെട്ട 30 ലക്ഷം ആളുകളെ അവഗണിച്ചെന്ന് സംഘടനാ ഓർഗനൈസിംഗ് സെക്രട്ടറി TV ജനാർദ്ദനൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയാണ് സമുദായത്തെ എന്നും പരിഗണിച്ചിരുന്നതെന്നും സമുദായത്തിലെ ഒരാൾക്ക് സീറ്റ് അനുവദിച്ചത് കോൺഗ്രസ് ആണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. നന്ദി.